2025-26 വർഷം വാർഷിക പരീക്ഷ 2ാം ക്ലാസ്സിലെ ഉദ്ഗ്രഥിതം 2ാം ദിവസത്തെ ചോദ്യപേപ്പർ. കഴിഞ്ഞ ദിവസത്തെ ചോദ്യങ്ങളുടെ ബാക്കി തന്നെയാണ് ഇവിടെയുള്ളത്. പ്രവർത്തനം 6, പ്രവർത്തനം 5 വരെ കഴിഞ്ഞ ദിവസത്തെ ഒന്നാമത്തെ പേപ്പറിൽ നമ്മൾ എഴുതി. ഇനി പ്രവർത്തനം 6, വരികൾ കൂട്ടിച്ചേർക്കാം. ഒരു ഗ്രാമോത്സവം നടക്കുന്നതായിട്ടാണ് കഴിഞ്ഞ പേപ്പറിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ ബാക്കി തന്നെയാണിത്. ഗ്രാമോത്സവത്തിൽ കറുമ്പിക്കുയിലൊരു പാട്ടുപാടി. തുടർന്ന് വരുന്ന വരികൾ കൂട്ടിച്ചേർക്കുക. മണിമലക്കാട്ടിലെ മഞ്ഞപ്പൂമ്പാറ്റെ, പാറിപ്പറന്ന് നീ വന്നാട്ടെ, പൂവിന് ചുറ്റും പാറി നടന്ന് പൂന്തേനുണ്ട് രസിച്ചാട്ടെ. പാട്ടിൻ്റെ തുടക്കമാണിത്. മഞ്ഞപ്പൂമ്പാറ്റയെക്കുറിച്ചാണ് പാടിയത്. അടുത്തത് മണിമലക്കാട്ടിലെ കുഞ്ഞനാനെ. ഇനി ബാക്കി നമ്മൾ പൂരിപ്പിക്കണം. കുഞ്ഞനാനെ എങ്ങനെ വരും? നടന്നിട്ടാണ് വരിക അല്ലേ? അതുകൊണ്ട് നടന്നു നടന്നു നീ വന്നാട്ടെ എന്നെഴുതാം. പിന്നെ മുളകൾക്ക് ചുറ്റും കറങ്ങി നടന്ന് തിന്നു മതിച്ചു രസിച്ചാട്ടെ. മുളയാണ് കുഞ്ഞനാനെ തിന്നുന്നത് അല്ലേ? ഇനി അതേപോലെ അടുത്തത് മാൻകുട്ടിയെക്കുറിച്ചാണ് ഇനി എഴുതേണ്ടത്. മണിമലക്കാട്ടിലെ മാൻകുഞ്ഞെ, തുള്ളിച്ചാടി നീ വന്നാട്ടെ. മാൻകുഞ്ഞ് തുള്ളിച്ചാടി നടക്കും. പുൽമേടുകളിൽ ചുറ്റി നടന്ന് പുല്ല് തിന്ന് രസിച്ചാട്ടെ. അങ്ങനെ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം. ഒരു ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തു. ഇനി രോഗങ്ങളും ജീവികളും, പ്രവർത്തനം 7. താഴെ കൊടുത്ത പോസ്റ്റർ നോക്കൂ. പോസ്റ്ററിൽ വിട്ടുപോയവ എഴുതി ചേർക്കൂ. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നൊരു പോസ്റ്ററാണ്. ഇതിൽ 2 കോളങ്ങളുണ്ട്. ഒന്നാമത്തെ കോളത്തിൽ രോഗത്തിൻ്റെ പേരും രണ്ടാമത്തെ കോളത്തിൽ ആ രോഗം പരത്തുന്ന ജീവിയുടെ പേരുമാണ്. ഒന്ന് രോഗം കോളറ. കോളറ പരത്തുന്ന ജീവി ഈച്ചയാണ് അല്ലേ? അതുകൊണ്ട് ഈച്ച എന്നവിടെ എഴുതുക. പിന്നെ രണ്ടാമത്തതിൽ കൊതുക് എന്ന് എഴുതിയിട്ടുണ്ട്. കൊതുക് പരത്തുന്ന രോഗത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. മന്ത് രോഗമാണ് കൊതുക് പരത്തുന്നത്. ഇനി വേറെ രോഗം എഴുതിയാലും കുഴപ്പമില്ല. കൊതുക് പരത്തുന്ന മലമ്പനി പോലുള്ള രോഗങ്ങളുണ്ട്. ഇനി എലിപ്പനി ഉണ്ട് അല്ലേ? എലിപ്പനി പരത്തുന്നത് ആരാണ്? എലിയാണ്. അതുകൊണ്ട് എലി എന്ന് എഴുതുക. രോഗം പരത്തും ജീവികളെ തുരത്തുക. ഇനി കോളറ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എഴുതുക. കോളറ രോഗത്തിന് ഛർദിയും വയറിളക്കവും ഒക്കെ കോളറയുടെ ലക്ഷണങ്ങളാണ്. അവ എഴുതാം. പ്രവർത്തനം 8, ഭക്ഷ്യവിഷബാധ. ഇതാ വാർത്ത കണ്ടല്ലോ. ഹോട്ടലുകളിൽ പരിശോധന. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. ആരോഗ്യമുള്ള ശരീരത്തിന് നല്ല ആഹാരശീലങ്ങൾ പാലിക്കണം. ശരിയായ ആഹാര ശുചിത്വ ശീലങ്ങൾ എഴുതുക. എന്തൊക്കെയാണ്? ആഹാരത്തിന് മുമ്പും ശേഷവും കൈയും വായും കഴുകുക. വൃത്തിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുക. ശുദ്ധമായ വെള്ളം കുടിക്കുക. ഭക്ഷണങ്ങൾ മൂടി വെക്കുക. പച്ചക്കറികളും അരിയുമൊക്കെ പാകം ചെയ്യുന്നതിന് മുമ്പ് നന്നായി കഴുകി വൃത്തിയാക്കുക. പിന്നെ ഇനി പ്രവർത്തനം 9, ഡയറി എഴുതാം. ഗ്രാമോത്സവത്തിലെ വിശേഷങ്ങൾ ചേർത്ത് മണിക്കുട്ടൻ ഡയറി എഴുതി. മണിക്കുട്ടനായി സങ്കല്പിച്ച് ഡയറി തയ്യാറാക്കുക. മണിക്കുട്ടൻ എഴുതുന്നത് പോലെ ആരെഴുതണം? നിങ്ങൾ എഴുതണം. എങ്ങനെ എഴുതാം? ഡേറ്റ് ആദ്യം ഇടുക. വ്യാഴം, തീയതിയും ദിവസവും എഴുതുക. അതിനുശേഷം ഇന്ന് സന്തോഷകരമായ ദിവസമായിരുന്നു. അങ്ങനെ എഴുതി തുടങ്ങാം. കാരണം ഇന്ന് ഗ്രാമോത്സവമായിരുന്നു. ഉത്സവത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. കാട്ടിലെ മൃഗങ്ങളും ഉണ്ടായിരുന്നു. മൃഗങ്ങൾക്ക് വേണ്ടി പല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കുരങ്ങും അണ്ണാനും ആനയും മാനും തുടങ്ങി ധാരാളം മൃഗങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി. ഗംഗേമമായ ഭക്ഷണവും കഴിച്ചാണ് എല്ലാവരും പിരിഞ്ഞുപോയത്. ഇങ്ങനെ ഒരു ഡയറി തയ്യാറാക്കാം. ഇനി പ്രവർത്തനം 10, വിവിധ തൊഴിലുകൾ ചെയ്യുന്നവരുടെ ചിത്രങ്ങൾ നോക്കൂ. തൊഴിലുകളുടെ പേരെഴുതുക. ഇതാരുടെ ചിത്രമാണ്? പോസ്റ്റ്മാൻ ആണ് അല്ലേ? അതുകൊണ്ട് പോസ്റ്റ്മാൻ എന്ന് എഴുതാം. ഇത് ഡ്രൈവർ. പിന്നെയോ ഫോട്ടോഗ്രാഫറാണ്. അടുത്തത് ഫയർമാൻ, തീയണക്കുന്നയാൾ. പിന്നെ ഡോക്ടർ. ഓക്കെ, ഇത്രയുമാണ് ഉദ്ഗ്രഥനത്തിൻ്റെ ചോദ്യങ്ങളുള്ളത്.